ലോകമെമ്പാടുമുള്ള ജനാധിപത്യ ശക്തികൾ ഇന്ന് സാർവദേശീയ തലവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ, പറയുമ്പോൾ, എഴുതുമ്പോൾ സാഹിത്യകാരന്മാരുൾപ്പെടെ പലസ്തീൻ ജനതയ്ക്ക് നേരെ നടക്കുന്ന മനുഷ്യത്വരഹിതമായ ക്രൂരമായ കടന്നാക്രമത്തെ സംബന്ധിച്ചാണ് പ്രസംഗിക്കുന്നതും എഴുതുന്നതും എല്ലാം. നിരവധിയായ സാഹിത്യകാരന്മാരുടെ സാഹിത്യരചനയിൽ അറിഞ്ഞോ അറിയാതെയോ അവർ സൃഷ്ടിക്കുന്ന സാഹിത്യ സൃഷ്ടികളിൽ, കഥകളിൽ, സാഹിത്യകാരന്മാരുടെ രചനകളിൽ നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഗാസയിലെ കുട്ടികളുടെ രോദനം അവർ വളരെ വികാരപരമായി അവതരിപ്പിക്കുന്ന ചിത്രം നമ്മൾ കാണുകയാണ്. ലോകത്തെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾ, അത്യപൂർവ രാഷ്ട്രങ്ങൾ ഒഴിച്ച് എല്ലാ രാജ്യങ്ങളും രാഷ്ട്രത്തലവന്മാരും പാലസ്തീനു നേരെ നടക്കുന്ന കടന്നാക്രമത്തെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഇസ്രയേലും അമേരിക്കയും ഉൾപ്പെടെ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് ലോകം നൽകുന്ന വ്യക്തമായ ചിത്രം. യുഎൻഒയിൽ വീമ്പിളക്കി പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഇസ്രയേൽ പ്രതിനിധി എഴുന്നേറ്റപ്പോൾ വാർത്താമാധ്യമങ്ങൾ പറഞ്ഞത് കൂക്കി വിളിച്ച് അവർ ഹാള് വിട്ടു എന്നാണ്. നെഹന്യാഹുവിന്റെ പ്രസംഗം കേൾക്കാൻ അവിടെ ആളുണ്ടായിരുന്നില്ല. ഒഴിഞ്ഞ കസേലയിലാണ് പ്രസംഗിച്ചത്. വീരവാദം മുഴക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല എന്ന കൃത്യമായ താക്കീതോടുകൂടി അവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ലോക മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ക്രൂരമായ വംശഹത്യയെ ലോകത്തെമ്പാടുമുള്ള ജനത അതിശക്തിയായിട്ട് എതിർക്കുകയാണ്. ഏതാണ്ട് 70,000-ത്തിലധികം ആളുകളെ ഇതിനകം തന്നെ, അതിൽ മഹാഭൂരിപക്ഷവും കുട്ടികളും സ്ത്രീകളുമാണ്, കൊന്നൊടുക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. ഗാസയെ ഇല്ലാതാക്കി അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുമെന്ന് അമേരിക്കയും, ഗാസയെ പൂർണ്ണമായിട്ട് ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി അത് ഞങ്ങൾ വിൽക്കും, ഈ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ചെലവായ പണം ഞങ്ങളതിന്റെ ഭാഗമായിട്ട് വിറ്റ് ലാഭിക്കുമെന്ന് പറയുന്നത് ഇസ്രയേലിയാണ്. ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെയും ജനാധിപത്യത്തെയും കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യപ്പെടണമെന്ന് പറയുമ്പോൾ, ഞാൻ ഈ രാജ്യത്തിന്റെ അന്ത്യം കൊണ്ട് മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കുള്ളൂ എന്ന് പരസ്യമായിട്ട് പറയുന്ന നിലപാടാണ് ഇസ്രയേൽ എടുക്കുന്നത്. ഇവിടെ ഒരുപാട് നേതാക്കൾ പ്രസംഗിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് സുദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും ഞാനിപ്പോഴും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യയും പലസ്തീനും തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളായിട്ട് തുടങ്ങിയ ഒന്നാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടം മുതൽ തുടങ്ങിയതാണ്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്ന ആ ഘട്ടത്തിൽ തന്നെ മഹാത്മാഗാന്ധി ഉൾപ്പെടെ ഈ രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിനു വേണ്ടിയിട്ട് വാദിച്ചവരാണ്. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാകെ പാലസ്തീൻ ജനതയുടെ വിമോചനവും പാലസ്തീൻ രാഷ്ട്രമെന്ന സങ്കല്പവും മുന്നോട്ടേക്ക് വെച്ചിരുന്നു എന്ന് നമുക്കറിയാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പെയാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം
യാസർ അറാഫത്ത് ഉൾപ്പെടെയുള്ള ഒരു രാഷ്ട്രത്തിന്റെ തലവൻ എന്ന രീതിയിൽ ലോകത്താദ്യമായിട്ട് ആ മേഖലയ്ക്ക് പുറമെ അംഗീകരിച്ച ഒരു രാജ്യം ഇന്ത്യയാണ്. ആ മേഖലയ്ക്ക് പുറമേ എന്ന് ഞാൻ ബോധപൂർവം തന്നെയാണ് പറഞ്ഞത്. അറാഫത്ത് ഒരു രാഷ്ട്ര തലവൻ എന്ന നിലയിൽ ഡൽഹിയിലെത്തി സ്വീകരണം നൽകിയ കാഴ്ച ഈ ഇന്ത്യക്കാർ കണ്ടതാണ്. അന്ന് ഇന്ദിരാഗാന്ധിയെയും വളരെ വളരെ സൗഹൃദത്തോടുകൂടി ഒരു വിമോചന സമരത്തെ, ആ വിമോചന പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തെ രാഷ്ട്രത്തിന്റെ തലവൻ എന്ന രീതിയിൽ അംഗീകരിച്ച് ഈ ലോകത്തോട് ഇന്ത്യ എന്ന ഈ മഹാരാജ്യം പാലസ്തീൻ പോരാളികളൊപ്പമാണ് പൊരുതുന്ന സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഒപ്പമാണ് എന്ന് അടയാളപ്പെടുത്തിയ ചരിത്രമുള്ള രാജ്യമാണ് ഇന്ത്യ. ഇപ്പോഴെന്താണ് സ്ഥിതി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമങ്ങളെ പരിപൂർണമായിട്ട് പിന്തുണക്കുന്ന മൗനമാണ് ഇന്ത്യ ഗവൺമെന്റ് നരേന്ദ്രമോദി ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാസ്പോർട്ട് ഓഫീസുമായിട്ട് ബന്ധിപ്പിച്ച് കാര്യങ്ങൾ പരിശോധിച്ചാൽ ആ പാസ്പോർട്ടിന്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് പ്രവേശനമില്ലാത്ത അല്ലെങ്കിൽ പ്രവേശിക്കാൻ പാടില്ലാത്ത രാജ്യത്തിന്റെ പേര്. ആ ഒരു പേരാണ് ഇസ്രയേൽ. യാതൊരുതര നയതന്ത്ര ബന്ധവുമില്ല, ഇന്ത്യക്കാർ സന്ദർശിക്കേണ്ടുന്ന ഒരു രാജ്യവുമല്ല ഇസ്രയേൽ. ആ കടുത്ത നിലപാട് സ്വീകരിച്ച രാഷ്ട്രമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾ എല്ലാ കാലത്തും പലസ്തീൻ ജനതയോടൊപ്പമായിരുന്നു, പൊരുതുന്ന ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യ ശക്തികൾക്കൊപ്പമായിരുന്നു. ഇപ്പോഴത് പൂർണ്ണമായിട്ടും മാറ്റി സാമ്രാജ്യത്വ ശക്തികൾക്ക് കീഴടങ്ങിയ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറുകയാണ്. ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൂട്ടക്കുരുതിക്കെതിരായി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വംശഹത്യ, ഒരു വംശം തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കുട്ടികളെയും സ്ത്രീകളെയും പൂർണ്ണമായിട്ട് സർവനാശം, ആ സർവനാശത്തിലേക്ക് നയിക്കുന്ന ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പിന്തുണയാണ്. ചിലരിന് അമേരിക്കയുടെ പിന്തുണയാണ്. ആ പിന്തുണയോടൊപ്പം തന്നെ പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ നിൽക്കുകയാണ്. നമുക്ക് അപമാനകരമായ ഒരവസ്ഥയാണ്. തീവ്ര വലതുപക്ഷത്തിന്റെ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് അമേരിക്ക നിലകൊള്ളുന്നത്, സാമ്രാജ്യത്വം പൊതുവെ. ആ തീവ്ര വലതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് ഒരു രാഷ്ട്രം ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്ന, അതിന്റെ രാഷ്ട്രീയ നേതൃത്വമായി പ്രവർത്തിക്കുന്ന ബിജെപിയും സംഘപരിവാര വിഭാഗങ്ങളും ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യ ശക്തികളെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ മനസ്സിലാക്കാതെ ഇന്ത്യയെ അപമാനിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. അപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വമാണെങ്കിൽ പൂർണ്ണമായിട്ട് ഇസ്രയേലിന് അനുകൂലമാണ്. മിനിഞ്ഞാന്ന് 20 പോയിന്റ് സമാധാനത്തിനു വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് ഞാനാണ്. അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറഞ്ഞു, 7 യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത ലോകത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു പ്രസിഡന്റ് ട്രംപ് എന്ന ഞാനാണ്. അത് വെറുതെ പറഞ്ഞതല്ല. ആ ട്രംപ് എന്ന എനിക്ക് ഇപ്രാവശ്യത്തെ സമാധാനത്തിന്റെ നോബൽ സമ്മാനം തരികന്നെ വേണം
എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പരസ്യമായിട്ട് പറയുകയാണ്. സമാധാനത്തിന്റെ നോബൽ സമ്മാനം വേണമെന്ന് പറയുന്ന ട്രംപാണ് ഇസ്രയേലിന്റെ പൂർണ്ണമായ പിന്തുണ നൽകി, ഇസ്രയേൽ നേതൃത്വം നൽകി 70,000-ത്തിലധികം വരുന്ന പാലസ്തീനിലെ പാവപ്പെട്ട അതുപോലെ തന്നെ ഇടത്തരക്കാരായ മനുഷ്യരെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി ഒരു 70,000 ആളുകളെ ഇല്ലായ്മ ചെയ്തു. ഇനി അതിന്റെ കണക്കുകളൊന്നും പൂർണ്ണമായിട്ട് വന്നു കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് മാധ്യമങ്ങളെല്ലാം പറയുന്നത് ഈ 70,000-ത്തിനടുത്ത് ആളുകളെ കൊന്നൊടുക്കി എന്നാണ്. മാത്രമല്ല, ഈ ഇന്ത്യ സമാധാനപരമായ രീതിയിൽ ലോകരാഷ്ട്രങ്ങളുമായി പഴയ കാലത്ത് ചേരിചേര വ്യവസ്ഥയുടെ ഭാഗമായി മുമ്പോട്ടേക്ക് പോയപ്പോൾ അന്ന് ഇന്ത്യയെ സഹായിക്കാൻ ഉൾപ്പെടെ ആദ്യം അമേരിക്ക ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നെഹ്റു ഗവൺമെന്റ് തന്നെ അവരെ കാണുന്നതിന് വേണ്ടി അമേരിക്കയിൽ പോയപ്പോൾ അമേരിക്ക ഒന്നും തയ്യാറുണ്ടായിരുന്നില്ല. അന്ന് പക്ഷേ സോവിയറ്റ് റഷ്യ ഉണ്ടായിരുന്നു. ആ സോവിയറ്റ് റഷ്യ ലോകത്തെമ്പാടുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് ആവേശം നൽകി ഭരണ സംവിധാനത്തെ ഉപയോഗിച്ച് കടന്നാക്രമങ്ങളെ പ്രതിരോധിച്ച് ലോകത്തിന്റെ സമാധാനത്തിന്റെ നായകനായി ഈ ഭൂമുഖത്തുണ്ടായിരുന്നു. അന്ന് ഒരുപാട് ആളുകൾ സോവിയറ്റ് റഷ്യക്കെതിരായിരുന്നു. സോവിയറ്റ് റഷ്യ തകർന്നു പോയപ്പോൾ ആഹ്ലാദത്തോടുകൂടി സോവിയറ്റ് റഷ്യയുടെ കഥ കഴിഞ്ഞതിനെപ്പറ്റി പ്രസംഗിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു, കേരളത്തിലുൾപ്പെടെ. ഞാൻ ആളുകളെ പറ്റിയൊന്നും പ്രസംഗിക്കുന്നില്ല, പറയുന്നില്ല. പക്ഷെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ആ സോവിയറ്റ് റഷ്യ ഉള്ളപ്പോഴാണ് അറബ് രാജ്യങ്ങൾക്ക് നേരെ കടന്നാക്രമണം നടത്തുന്നതിന്റെ ഭാഗമായി സൂയസ് കനാൽ തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിശക്തിയായ സമ്മർദ്ദം വന്നത്. തുറന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചത്. അത് തുറന്നു കൊടുത്തേ അടങ്ങൂ എന്ന വാശി. ആ വാശിയുടെ ഭാഗമായിട്ട് അമേരിക്കൻ കപ്പൽപ്പട മുന്നോട്ടേക്ക് നീങ്ങുമ്പോഴാണ് സോവിയറ്റ് റഷ്യ പറഞ്ഞത്, ഞങ്ങളായിരിക്കും പ്രതിയോഗി. യുഎസ് കനാലിന്റെ പ്രശ്നത്തിൽ അറബ് മേഖലയിൽ കടന്നാക്രമണത്തിന് വന്നാൽ ഞങ്ങളായിരിക്കും പ്രതിയോഗി, ഞങ്ങളാണ് അതിനെ പ്രതിരോധിക്കുക. ആ നിമിഷം അവിടെ തങ്കൂരമിട്ട് നിർത്തിയിട്ടുണ്ട് കപ്പൽപ്പടയെ. അതാണ് സോവിയറ്റ് റഷ്യ ശാക്തിക ബലാബലത്തിൽ അമേരിക്കയെയും അതുപോലെ തന്നെ ലോകത്തിലെ സാമ്രാജ്യത്വത്തെയും വെല്ലുവിളിക്കാനുള്ള രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അനുഭവം കൂടിയുള്ള സോവിയറ്റ് റഷ്യ, ഫാസിസത്തെ തകർക്കുന്നതിന് നേതൃത്വം കൊടുത്ത സോവിയറ്റ് റഷ്യ, അവരാണ് അറബ് രാജ്യങ്ങളുടെ തണലായി ഉണ്ടായിരുന്നത്. ഇനി അറബ് രാജ്യങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യ എടുക്കാം. നിങ്ങൾ ഓർക്കുന്നില്ലേ ബംഗ്ലാദേശിന്റെ പ്രശ്നം? ബംഗ്ലാദേശ് സ്വതന്ത്രമായി മുമ്പോട്ടേക്ക് പോകുന്നൊരു ഘട്ടം. ആ ഘട്ടത്തിൽ ഇന്ത്യയുടെ നല്ല പിന്തുണയുണ്ടായിരുന്നു. ആ പിന്തുണ മനസ്സിലാക്കിയിട്ട് പാകിസ്ഥാൻ ഉൾപ്പെടെ ബന്ധപ്പെട്ട് അമേരിക്കയെ അവരാഗ്രഹിച്ചതുപോലെ ഒരു യുദ്ധത്തിലേക്ക് നീക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. അറബിക്കടൽ വഴി, ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും അറബിക്കടൽ വഴി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ബംഗാൾ ഉൾക്കടലിലേക്ക്. ഞങ്ങളെ കപ്പൽപ്പട പുറപ്പെട്ടിരിക്കുന്നു. അമേരിക്കയുടെ ഗീർവാണം. ഒറ്റ സെക്കൻഡ് സോവിയറ്റ് റഷ്യ പറഞ്ഞു, നിങ്ങളുടെ 7ാം കപ്പൽപ്പട പുറപ്പെട്ടാൽ ഞങ്ങളുടെ 8ാം കപ്പൽപ്പട അതിന്റെ തൊട്ട് പിന്നിലുണ്ട്. ഇന്ത്യയെ സഹായിക്കാനുള്ള ബാധ്യത ഞങ്ങൾ കരാറിന്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു. ആ സോവിയറ്റ് റഷ്യയുടെ ഒറ്റ പ്രഖ്യാപനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിന്റെ കപ്പൽപ്പട നെങ്കൂരമിട്ട് നിർത്തി. അതാണ് ലോകത്തിന്റെ അന്നത്തെ അവസ്ഥ. ഇന്ത്യയെ പോലെയുള്ള 3-4 ലോകരാജ്യങ്ങൾക്ക്, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് താങ്ങും തണലുമായി സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കരുത്തുറ്റ പോരാളിയായി
ഈ ലോകത്തെ സഹായിച്ചുകൊണ്ട് അന്ന് സോവിയറ്റ് റഷ്യയുണ്ടായിരുന്നു. അതിനെ മറികടക്കാനെന്നുള്ള ശേഷി, കഴിവ് അന്ന് അമേരിക്കക്ക് ഉണ്ടായിരുന്നില്ല. ആ അമേരിക്ക എല്ലാ സന്ദർഭങ്ങളിലും മുട്ടുമടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് അങ്ങനെ ഒരു ശക്തിയില്ല. മൂന്നാം ലോകരാജ്യങ്ങളെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വികസിത രാഷ്ട്രങ്ങളെയെല്ലാം സംരക്ഷിക്കുന്നതിനു വേണ്ടി കഴിവുള്ള, ശേഷിയുള്ള ഒരു രാഷ്ട്രം സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി നേരിട്ട് മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു കരുത്ത് ഇന്ന് നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം, കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി എന്തെല്ലാം പറഞ്ഞാലും ലോകസമാധാനത്തിന്റെ ഗ്യാരണ്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും സോവിയറ്റ് റഷ്യ ഉൾപ്പെടെയുള്ള കരുത്തുറ്റ രാഷ്ട്ര സമുച്ചയങ്ങളും. ഒരു സംശയവും വേണ്ട. ഇന്ന് ആ രീതിയിലുള്ള ഒരു കരുത്ത് നമുക്കില്ല. നാളെ സ്വാഭാവികമായിട്ടും ജനകീയ ശൈലിയും അതിന്റെ സാമ്പത്തിക ശേഷിയും അതിന്റെ ഭാഗമായിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഒക്കെ സ്വാഭാവികമായിട്ടും ഉപകരിച്ചു എന്ന് വരാം. പക്ഷെ ഇന്നില്ല. അതിന്റെ അനന്തരഫലമാണ് നമ്മൾ ഇപ്പോഴനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഗാസക്കെതിരായിട്ട്, പലസ്തീനെതിരായിട്ട് ഒരു അമേരിക്കക്കും അതുപോലെ തന്നെ ഒരു ഇസ്രയേലിനും അതിന് പിന്തുണ നൽകുന്ന ഇന്ത്യക്കും ഒരു കൈവിരലനക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ചരിത്രത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇങ്ങനൊരു അവസ്ഥയുണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് നന്നാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ്. സമാധാനത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ലോകം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും, ഇസ്രയേൽ ഉൾപ്പെടെ, അമേരിക്കയിൽ ഉൾപ്പെടെ, ഇന്ത്യയിൽ ഉൾപ്പെടെ, ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ആരെല്ലാം ഇസ്രയേലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ, അത് ഇസ്രയേലായാലും അമേരിക്കയായാലും ഇന്ത്യയായാലും അതാത് രാജ്യങ്ങളിലെ അതിശക്തിയായ ജനകീയ പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം മാത്രമല്ല, ജനകീയ പ്രസ്ഥാനമാകെ അതിശക്തിയായി പ്രതിഷേധിക്കുന്ന ഒരു പുതിയ കാലത്താണ് നമ്മളിപ്പോഴ് ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഈ റാലി, മഹാറാലി നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ തെറ്റായ നിലപാടിനെ നമ്മൾ തിരുത്തണം. ശക്തിയായ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മാത്രമേ അതിനെ തിരുത്താൻ സാധിക്കൂ. ഇതിനിടയിൽ കണ്ട സംഭവം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ ലോകത്ത് നടക്കാൻ പോകുന്ന യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴാണ് ഇറാന് നേരെ ആയുധം ഉപയോഗിച്ച് ബോംബാക്രമണം നടത്തിയത് ഇസ്രയേൽ. ഈ യുദ്ധത്തിൽ എന്തു പങ്കാളിയാണ്? ഹമാസിന് നേരെയാണ് എന്നാണ് ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എന്തിനാണ് ഇറാന് നേരെ വന്നത്? ഇറാന് നേരെ വന്നപ്പോൾ അവന്റെ ആയുധങ്ങൾ കൊണ്ട് ഇറാൻ അവരാഗ്രഹിക്കുന്ന ആണവ നിലയങ്ങൾ അവരുണ്ട് എന്ന് പറയുന്ന ആ മേഖലയിലൊന്നും വലിയ കുഴപ്പമുണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് വന്നപ്പോഴാണ് അമേരിക്ക പട്ടാളം, അതുപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോംബർ വിമാനങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ ഇടപെടുന്നത്. ഇറാന് ഈ പറയുന്ന ഇറാനെതിരായിട്ട് ഒന്നില്ലേ? എന്തടിസ്ഥാനത്തിലാണ്? പലസ്തീനെതിരായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഇസ്രയേൽ അറബ് രാജ്യത്തിന്റെ ഭാഗമായിട്ട് ഏത് രാജ്യത്തിന് നേരെയും കടന്നാക്രമിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞപ്പോ മുന്നോട്ടേക്ക് വന്നപ്പോ അവരാഗ്രഹിക്കുന്നത് പോലെ ആ യത്നം നടന്നില്ല എന്ന് വന്നപ്പോ അവരെ സഹായിക്കാൻ അമേരിക്ക എന്തടിസ്ഥാനത്തിലാണ് നേരിട്ട് ഇതിന്റെ ഭാഗമായി മാറിയത്? യുദ്ധത്തിന്റെ ഭാഗമായിട്ട് മാറി. യുദ്ധ കുറ്റവാളിയാണ് ഈ അമേരിക്കയും ഇസ്രയേലും. അതും കഴിഞ്ഞിട്ട് അവിടെ അവസാനിപ്പിച്ചില്ല. ഖത്തറിന് നേരെ വീണ്ടും കടന്നാക്രമണം. ഖത്തറിന് നേരെ കടന്നാക്രമണം വന്നപ്പോൾ ഒരു കാര്യം വ്യക്തമായി അവർക്ക്: അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നിരവധി താവളങ്ങൾ ഈ മേഖലയിലുണ്ട്, ഖത്തർ ഉൾപ്പെടെ. അതുകൊണ്ടാണ് അവർ തൽക്കാലത്തേക്ക് വീണ്ടും അത് അവസാനിപ്പിച്ചത്. അത് അവിടെയൊന്നും നിൽക്കില്ല എന്നവർക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ലോകത്തേത് രാജ്യത്തെയും ആക്രമിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ലോകത്തെല്ലാ രാജ്യങ്ങളുടെയും പ്രസിഡന്റ് ഞാനാണെന്ന് യാതൊരു ലജ്ജയുമില്ലാതെ പ്രഖ്യാപിക്കുന്ന നിലയാണ് ട്രംപിന്റെ ഭാഗത്ത് വരുന്നത്.
ഇതുപോലുള്ളൊരു യോഗത്തിൽ ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളെപ്പറ്റി ഒന്നും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇരട്ടച്ചുങ്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി. സാമ്രാജ്യത്വത്തിന്റെ ഭ്രാന്തളകിയ ലോകത്തെ മുച്ചൂടും മുടിക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടുകളുമായിട്ടാണ് ട്രംപ് മുന്നോട്ടേക്ക് പോകുന്നത്. അതാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 100% ചുങ്കം. നേരത്തെ 3% ഉണ്ടായിരുന്നത് പിന്നെ 10%, പിന്നെ 50%, ഇപ്പോഴും 100% തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പലതിനും. എന്ന് പറഞ്ഞാൽ മുതലാളിത്തവും സാമ്രാജ്യത്വവും എത്ര ഗുരുതരമായ പ്രതിസന്ധിയാണ് ലോകം അഭിമുഖീകരിക്കുന്ന ഈ ഘട്ടത്തിലുള്ളത് എന്നതിന്റെ കൃത്യമായ ഒരു ഉദാഹരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഹമാസിലെയും പാലസ്തീനിലെയും ജനങ്ങൾ എന്നോട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അബ്ദുള്ള അബൂ ഷാവേസ് പറഞ്ഞത് ഞങ്ങൾ ദുരന്തം കാണുകയായിരുന്നു, തിന്നുകയായിരുന്നു എന്നാണ്. എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത് എന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ബോംബാക്രമണത്തിനിരയായി മരിച്ചുപോയത് അപ്പോഴെ തന്നെ മരിച്ചു. അല്ലാതെ കൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ ചികിത്സിക്കുമ്പോൾ ആശുപത്രിയിൽ അതിനുവേണ്ടി ബോധം കെടുത്താൻ വേണ്ടിയിട്ടുള്ള അനസ്തേഷ്യ കൊടുക്കുന്ന മരുന്നില്ല. അനസ്തേഷ്യ കൊടുക്കാതെ തന്നെയാണ് ഓപ്പറേഷൻ നടക്കുന്നത് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നതിന്റെ ഒരു ദുരന്തം. കുട്ടികളെയും സ്ത്രീകളെയും ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ആശുപത്രി തന്നെ വളരെ വളരെ പ്രയാസകരമായൊരവസ്ഥ. അവിടെ തന്നെ ബോംബ്. പക്ഷെ അവരെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള അനസ്തേഷ്യ പോലും കൊടുക്കാനാവുന്നില്ല. പല സ്ഥലത്തും ആ മരുന്നേ ഇല്ല. ഇങ്ങനെയുള്ളൊരു ദുരന്തം ഒരു സാമ്പിളായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. ഇതാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്, ഇതാണ് യുദ്ധത്തിന്റെ കെടുതിയായിട്ട് ഞങ്ങൾ കാണുന്ന ഒരു ചിത്രം എന്നും. മനുഷ്യനെ വേദനിപ്പിക്കുന്ന മരണം മാത്രമല്ല, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തത്രപ്പാടിന്റെ ഭാഗമായിട്ട് ഈ കുട്ടികളും സ്ത്രീകളും സാധാരണ മനുഷ്യരും അഭിമുഖീകരിക്കുന്ന മരണതുല്യമായ കാര്യങ്ങൾ ഓരോരുത്തരെയും വേദനിപ്പിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ, മനുഷ്യത്വമുള്ളവർ, ജനാധിപത്യവാദികൾ, ഇടതുപക്ഷക്കാർ എല്ലാം ഈ അമേരിക്കയുടെയും അതിന്റെ പൂർണ്ണ പിന്തുണയിൽ നിന്ന് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഇസ്രയേലിനെയും അവർക്ക് മൗനാനുവാദം നൽകുന്ന ഇന്ത്യയുടെയും നിലപാടിനെ നല്ലതുപോലെ പ്രതിഷേധിക്കുന്നുണ്ട്, പ്രതിഷേധിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ജനത ഒരു രാഷ്ട്രീയത്തെയും അതിന്റെ അതിർവരമ്പുകളെയും കാണാതെ കോളനി വാഴ്ചക്കെതിരായിട്ട് പൊരുതി അതിന്റെ പാരമ്പര്യത്തിൽ സ്വാതന്ത്ര്യം നേടിയ ഒരു രാഷ്ട്രം കൂടിയാണ് ഇന്ത്യ എന്നുള്ളതുകൊണ്ട്, സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതുകൊണ്ട്, അതിന്റെ പാരമ്പര്യം അതാണ് എന്നുള്ളതുകൊണ്ട് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഈ കടന്നാക്രമണത്തിനെതിരായി, പശ്ചിമേഷ്യയുടെ ഏത് മേഖലയിൽ നടക്കുന്ന കടന്നാക്രമണത്തിനുമെതിരായി അവിടെ വന്നു വീഴുന്ന ഓരോ ബോംബും ഓരോ ചില്ലും ഈ നാടിന്റെ ഓരോ മനുഷ്യന്റെയും ശരീരത്തിലേക്കാണ് തറക്കുന്നത് എന്ന കൃത്യമായ ധാരണയോടെ, അതിന്റെ വേദന സഹിക്കുന്ന ഒരു മാനസികാവസ്ഥയോടെ നമുക്ക് പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്റെ ശരീരത്തിലേക്കാണ് ഇത് ഓരോന്നും വന്നു വീഴുന്നത്. കൃത്യമായിട്ടൊരു ആത്മവികാരത്തോടെ ഈ കടന്നാക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ പ്രവർത്തനത്തിലേക്ക് നമുക്ക് നീങ്ങേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, സാമ്രാജ്യത്വത്തിന് സഹാനുഭൂതിയില്ല, സാമ്രാജ്യത്വത്തിന് ജനാധിപത്യ ബോധമില്ല, മനുഷ്യത്വപരമായൊരു സമീപനമില്ല. സാമ്രാജ്യത്വത്തിന്റെ അന്ത്യം കുറിക്കുന്ന നാളേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ലോകത്തെമ്പാടുമുള്ള സാമ്രാജ്യത്വ വിരോധികളായ മനുഷ്യരാകെ. അവരുടെ ചേരിയിൽ നിന്ന് വർത്തമാന കാലഘട്ടത്തിലെ അതിനിഷ്ഠൂരമായ ഈ കടന്നാക്രമണത്തെ പ്രതിരോധിക്കുമെന്ന്, ഇതിനെന്താണ് ഭാവി എന്നതിനെ സംബന്ധിച്ചിടത്തോളം
വളരെ ഗൗരവതരമായ രീതിയിലാണ് പലസ്തീൻ അംബാസിഡർ ഞങ്ങളോട് പറഞ്ഞത്. ഒരു 10-15 കൊല്ലം കഴിയുമ്പോഴേക്ക് ലോകത്തിന്റെയും ഇന്ത്യയുടെയും ഉൾപ്പെടെ സ്ഥിതി എന്തായിരിക്കുമെന്നാണ്. തീവ്ര വലതുപക്ഷ നിലപാടുകൾക്കെതിരായിട്ട് പൊരുതുന്ന ഒരു ജനത ലോകവ്യാപകമായിട്ട് ഉയർന്നു വരുമെന്നും ഈ സാമ്രാജ്യത്വം എല്ലാ കാലത്തും ഇതുപോലെ ലോകരാഷ്ട്രത്തിന്റെ പ്രസിഡന്റായും ഏത് രാജ്യത്തെയും കടന്നാക്രമിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും മുന്നോട്ടേക്ക് പോവില്ല. ലോകത്ത് ഒരു ഭീകരശക്തിയും ആ രീതിയിൽ തുടർന്നിട്ടില്ല. ഇതിനെ പിടിച്ചുകെട്ടാനുള്ള ജനകീയ കരുത്തോടെ ഈ ലോകം മുന്നോട്ടേക്ക് പോകും. ആ ലോകത്തിന്റെ ഒപ്പം ഇന്ത്യയിൽ, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് മതനിരപേക്ഷ ശക്തികളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ ജനതക്ക് പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടേക്ക് പോകാനാവുമെന്നുള്ളതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഇസ്രയേലിനെതിരായിട്ടുള്ള, അമേരിക്കക്കെതിരായിട്ടുള്ള ജനാധിപത്യ ബോധമുള്ള മുഴുവൻ മനുഷ്യരും കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കേരളം ഒറ്റക്കെട്ടായി സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അണിനിരക്കുന്നു എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.